ഹായ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് ചോദിച്ചാൽ ചക്ക എരിശ്ശേരിയാണ്. ചക്ക എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. എല്ലാവരുടെ വീട്ടിൽ പ്ലാവുണ്ട്, ചക്കയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചക്ക വിഭവങ്ങൾ ഇഷ്ടമുള്ളവരാണ്. ഇതെങ്ങനെയാണ് ഈ ചക്ക എരിശ്ശേരി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ ചക്ക വെട്ടിപ്പറിച്ച് അത് ചെറുതായി അരിഞ്ഞതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് ചക്കക്കുരുവും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ കുറച്ച് മതി, അധികം ഒന്നും ചേർക്കണ്ട. കുറച്ച് ചക്കക്കുരുവും കൂടെ, ചക്കയുടെ അളവിനനുസരിച്ച് ചക്കക്കുരുവും കൂടെ ചേർത്ത് കൊടുത്ത് അത് ഒന്ന് കഴുകി വാരി കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3-4 വിസിൽ അടിച്ച് വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് അരപ്പുകൾ റെഡിയാക്കണം. തേങ്ങ ചിരകിയത്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, ഇത്രയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അത് നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ വേവിച്ച് വച്ചിരിക്കുന്ന ഈ ചക്ക അത് നല്ലതുപോലെ ഒരു മാഷർ വെച്ച് ഉടച്ചെടുക്കണം. അത് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കണം. നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, എന്നാലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നമ്മൾ സ്റ്റൗവിൽ വെച്ച് അരപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ വെച്ച് വീണ്ടും ഉപ്പൊക്കെ ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ടയായിപ്പോവും. കറി പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് പോവും. കുറച്ച് സമയം കഴിഞ്ഞ് നോക്കാമെങ്കിൽ ഇത് കട്ടയായിട്ടിരിക്കുന്ന കാണാം. അതുകൊണ്ട് നമ്മൾ കുറച്ചേറെ വെള്ളം ചേർത്തുന്നതുകൊണ്ടും ദോഷമില്ല. പിന്നെ നമ്മളിത് തിളയ്ക്കുന്നിടം വരെ വെച്ചതിന് ശേഷം നമുക്ക് കടുക് വറക്കാം. കടുക് വറക്കുന്നതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുമന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ തേങ്ങ ചിരവിയത്. നമുക്ക് കുറച്ച് കടുക് വറക്കുമ്പോൾ തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കടുക് വറക്കുകയാണെങ്കിൽ കറിക്ക് ഒരു പ്രത്യേക സ്വാദും പ്രത്യേക ഒരു മണവും കിട്ടും. അപ്പം നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചു. പിന്നെ നമ്മൾ ചുമന്നുള്ളി ഇത് നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ഏകദേശം ഒരു ചെറിയൊരു ഉള്ളി ഒന്ന് വാടി കിട്ടുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്ത് നല്ലതുപോലെ ഇളക്കി തേങ്ങ നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ തേങ്ങയ്ക്ക് ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഈ തേങ്ങ നമ്മൾ വറുത്തെടുക്കണം. അപ്പോൾ ഈ തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമുക്ക് കറിക്ക് പ്രത്യേക ഒരു സ്വാദ് കിട്ടും. അത് എല്ലാവർക്കും അറിയുന്ന ഒരു ടിപ്പ് തന്നെ ആയിരിക്കും. പക്ഷെ ഞാനിങ്ങനെ ചക്ക എരിശ്ശേരി വെക്കുമ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇതുപോലെ തേങ്ങ വറുത്ത് ചേർത്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചക്ക ഉള്ളപ്പോൾ ഇത് തീർച്ചയായും പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാനിത് എൻ്റെ വീട്ടിലിങ്ങനെ കറി വയ്ക്കുമ്പോൾ എൻ്റെ മക്കൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണിത്. അവർ അന്നേരം നല്ലതുപോലെ ചോറ് കഴിക്കും. ചോറ് കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും ഇതുപോലെ ചക്ക എരിശ്ശേരി വെച്ച് കൊടുത്താൽ അവർ ഭംഗിയായി ചോറ് കഴിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ കടുക് വറക്കുന്നത് നമ്മൾ തേങ്ങ ഒത്തിരി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. തേങ്ങ ഇതുപോലെ വറുത്തതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി എടുക്കുക. നല്ലതുപോലെ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യത്തിന് വെള്ളം ചേർക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.